ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. കുറേ ദിവസമായില്ലേ നമ്മളൊരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഇന്നെന്തായാലും ഒരു വീഡിയോ ഒക്കെ എടുക്കണമെന്ന് തോന്നിയേ. സൺഡേ ആയതുകൊണ്ട് തന്നെ പതിയെ ജോലിയൊക്കെ ചെയ്ത് തീർത്താൽ മതിയല്ലോ. എന്നാലും രാവിലെ എല്ലാവരും നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. 7:30 മോന് സ്കാറ്റിങ്ങിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവനെ റെഡിയാക്കി വിട്ടു. അതിൻ്റെ കൂടെ തന്നെ ചേട്ടനും ക്രിക്കറ്റ് കളിക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പീലിക്കുട്ടിയുടെ ബുക്കിൽ എന്തൊക്കെയോ കുത്തിക്കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ഓരോ ജോലിയായിട്ട് ചെയ്ത് തുടങ്ങി. ഒരുപാട് ഡ്രസ്സ് നനയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ അതൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ടു. അത് കഴിഞ്ഞ് കിച്ചണിലോട്ട് വന്നപ്പോൾ കാണുന്ന അവസ്ഥയാണ് ഇത്. പൊതുവേ എനിക്ക് ശനിയാഴ്ച ദിവസം വൈകിട്ടൊക്കെ ആകുമ്പോൾ ചെറിയൊരു മടിയൊക്കെ പിടിക്കും. കാരണം പിറ്റേന്ന് ഞായറാണല്ലോ, നമുക്കറിയാം ഞായറാഴ്ച എന്തെങ്കിലും തട്ടിക്കൂട്ടിയൊക്കെ സെറ്റാക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനിത് തലേദിവസം ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ തന്നെ ലേറ്റായി. അപ്പോൾ അങ്ങനെ പാത്രങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. രാവിലെ പതിയെ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ജനലൊക്കെ തുറന്നിടുന്നുണ്ട്. ഈ ജനലെല്ലാം തുറക്കുന്ന വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളിലാണ്. ഇതൊക്കെ തുറന്നിട്ട് ആ ഒരു കാറ്റൊക്കെ അകത്ത് കയറുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു സമാധാനമാണ്. അപ്പോൾ അതെല്ലാം അങ്ങനെ ചെയ്തിട്ട് നേരെ ജോലിയിലോട്ട് തിരിഞ്ഞു. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ പീലിക്കുട്ടിയെ ഒന്ന് കുളിപ്പിച്ചിട്ടുണ്ട്. മോളെ കുളിപ്പിച്ച് സെറ്റാക്കി. തലമുടി ഉണങ്ങാത്തത് കൊണ്ട് ഞാനിങ്ങനെ ചീപ്പ് വെച്ച് കോതി കൊടുക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ആൾ ചെറുതായിട്ടൊന്ന് സ്ലോ മോഷനൊക്കെ ഇട്ട് നടക്കുവാണേ. പിന്നെ അവൾക്ക് ഡാൻസൊക്കെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ടി വിയൊക്കെ ഓൺ ചെയ്തിട്ട് കൊടുത്തു. ആൾ ഡാൻസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ജോലിയിലോട്ട് കിടക്കാം. കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ കഴുകാനായിട്ട്. അപ്പം മോനും ചേട്ടനുമൊക്കെ വരുന്നതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റും എല്ലാം റെഡിയാക്കി വെക്കണം. അങ്ങനെ ഇതാ പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് ആദ്യം കൊണ്ടിട്ടു. അതൊക്കെ കഴിഞ്ഞ് ഓരോ ജോലിയായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിന്നൊരമ്മയായപ്പോഴാണ് എനിക്ക് എൻ്റെ അമ്മയുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എല്ലാം ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ തലേന്ന് വാങ്ങിയ പഴവും മുട്ടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു. അതിനിടയ്ക്ക് പീലിക്കുട്ടി വന്ന് വിളിക്കുന്നുണ്ട്. അവൾക്ക് പാട്ട് വേറെ ഇട്ട് കൊടുക്കാനൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. വേറെ ശല്യമൊന്നുമില്ല. ഡാൻസൊക്കെ കണ്ടങ്ങനെ ഇരുന്നോളും. അത് കഴിഞ്ഞ് ഞാൻ എന്താ കുറച്ച് പാത്രം കിടന്നതിനൊക്കെ കഴുകി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇതിനിടയ്ക്ക് നമുക്ക് ഫുഡ് വയ്ക്കണം. അവർ വരാനും സമയമായി. തോളിലിങ്ങനെ തോർത്തിട്ടിരിക്കുന്നത് ഈ പാത്രം കഴുകുന്ന സമയത്ത് അല്ലെങ്കിൽ കയ്യിൽ വെള്ളമാകുമ്പോൾ ഈ കൈനെ നൈറ്റിൽ തുടയ്ക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അത് മാറാനായിട്ട് തോർത്തിങ്ങനെ ഇട്ടിരിക്കുന്നതാണ്. അതാകുമ്പോൾ ഈ തോർത്തിലങ്ങ് തുടയ്ക്കാമല്ലോ, നൈറ്റിയും ചീത്തയാവത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കുക്കിങ്ങിലോട്ട് കിടക്കാം. അപ്പം ഞാനിവിടെ ഇന്ന് പുട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. കാരണം ഒന്നാമത് ടൈമില്ല, അവർ വരാൻ സമയമായി. അപ്പം ഫുഡ് കൊടുക്കണമല്ലോ. അങ്ങനെ ഞാൻ പുട്ടും അടുപ്പിൽ വെച്ചു. പിന്നെ പഴമാണ്, ഇഡ്ഡലി പാത്രത്തിൽ ആവി കയറ്റാനായിട്ട് പഴവും വെച്ചിട്ടുണ്ട്. തേയിലയ്ക്ക് വെള്ളവും വെച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മോനും വന്നു, ചേട്ടനും വന്നു. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും റെഡിയായി. ആൾ ക്രിക്കറ്റ് കളിക്കാൻ പോകാനായിട്ട് ബാറ്റും വെള്ളമൊക്കെ എടുത്ത് ഇങ്ങനെ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫുഡ് ഇതൊക്കെയാണ്. പഴവും അവിച്ച പഴമാണ്, അതും പുട്ടും കട്ടനും ഒക്കെ ആയിട്ട് നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് വർക്ക് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് എന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് രണ്ടുപേരും കൂടെ കാണിച്ച പരിപാടിയാണിത്. ചിപ്സ് കഴിക്കുന്നു, അതിൻ്റെ കൂടെ ടോയ്സൊക്കെ വാരിയിട്ട് കളിക്കുന്നുണ്ട്. അവരെന്തായാലും അതൊക്കെ കളിക്കട്ടെ, നമുക്കിവിടെ വർക്ക് ചെയ്യാം. ഞാൻ DTP മലയാളം ഇംഗ്ലീഷും വർക്കും ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞ് അവർ ടോയ്സ് എല്ലാം ഒതുക്കി വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ അവരെ രണ്ടുപേരെയും പഠിക്കാനായിട്ട് എൻ്റെ അടുത്ത് തന്നെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരുടെയും ബുക്കൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ട് പഠിക്കാനായിട്ട് ഇരിക്കുവാണേ. അങ്ങനെ അവർ പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുവാണ്. എല്ലാ ഞായറാഴ്ച ഇങ്ങനെയൊന്നും അല്ല കേട്ടോ, റൊട്ടീനൊക്കെ മാറി വരും. ഇന്നത്തെ ദിവസം എന്തായാലും രാവിലെ മുതൽ ഉച്ച വരെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.